രേണുസുതി, ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിതൽ വ്ളോഗും അതുപോലെ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ ഒരു സൺഡേ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. എനിക്കും ഇങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറയാണ്ട് യൂട്യൂബ് കയറി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചാനലിലും രേണുസുധീൻ്റെ വീഡിയോ. പിന്നെ രേണുസുധീൻ്റെ ഫാൻസ് പറയുന്ന പോലെ നിനക്കൊന്നും വേറെ പണിയില്ലേടി, രേണുസുധീൻ്റെ കണ്ടൻറ്റ് മാത്രമല്ലേ നീയൊക്കെ ചെയ്യൂ എന്ന് ഒരു പട്ടം എൻ്റെ തലയിൽ വന്നുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് കേട്ടാൽ വിടാൻ പാടുമോ? സോ ഞാൻ വിട്ടില്ല. ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് നമോഭാഗം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും രേണുസുധി ഫാൻസിന് തെറി വിളിക്കാനും അല്ലാത്ത എൻ്റെ സപ്പോർട്ടേഴ്സിന് നല്ല കമൻറ്റ് ഇടാനും കമൻറ്റ് ബോക്സും ഓപ്പൺ ആണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമസ്കാരം. രേണുസുധി, ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചിതൽ വ്ളോഗും അതുപോലെ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും. ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കി കുറേ ഇങ്ങനെ കുരിക്കാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാൻ. അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് ഞാൻ പറയണില്ല. മേ ബി ഈ ഒരു ലിസ്റ്റിൽ ഞാനും കൂടെ ഉണ്ടാവും. എനിവേ, ഒരു നാൾ എൻ്റെ പേരും രേണുസുധി പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ വേദന ഇതുവരെ പോയിട്ടില്ല. പക്ഷെ രേണുസുധീൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്നില്ല എന്നറിയാത്ത രീതിയിലുള്ള ഒരു എനർജി എനിക്ക് കിട്ടും. കാരണം രേണുസുധി അത്ര എനർജറ്റിക് ആയിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, ആളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ആ ഭാവങ്ങളും ആ എക്സ്പ്രഷൻസും ആ വാക്കുകളും. എന്തായാലും അതുൽ വ്ളോഗ്സ് ആയിരുന്നു രേണുസുധീൻ്റെ ഒരു മെയിൻ എര. ഇപ്രാവശ്യം അതുലിനെ മാറ്റി നിർത്തി വേറെ 3 ആൾക്കാർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പോകണമെങ്കിൽ നിങ്ങളുടെ പേരും ഭയങ്കര വൈറലാവും. അപ്പോൾ വളരെയധികം സന്തോഷം. ഒരു നാൾ നമ്മളുടെ പേരും വൈറലാവും, അല്ലെങ്കിൽ രേണുസുധിക്ക് സംസാരിക്കാൻ പറ്റുന്ന യോഗ്യതയിലുള്ള ഒരാളാവും എന്നുള്ളതുണ്ട്. അത് തന്നെ എനിക്കിവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത്, രേണുസുധി ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ല, ഇതിനെക്കുറിച്ച് അറിയില്ല, റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ നോക്കലേ ഇല്ല, എല്ലാം എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്തു തരിക എന്ന് പറഞ്ഞ ആൾക്ക് മേ ബി ഏറ്റവും കൂടുതൽ ഹേർട്ടായിട്ടുള്ള, അല്ല ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചിട്ടുള്ള മേ ബി ഈ 3 ആൾക്കാരുടെ പേരായിരിക്കും. ഈ 3 ആൾക്കാരുടെ പേര് പറയാൻ രേണുസുധിക്ക് സാധിച്ചു. അപ്പം ആ ലെവലിലൊന്നും എത്താത്ത നമ്മളുടെ പേര് പറയാൻ പറ്റിയില്ല അല്ലേ? ഇതാണ് ഞാൻ പറയുന്നത് പൊട്ടത്തരം, മണ്ടത്തരം, വിവരമില്ലായ്മ. ബൈ ദ ബൈ, ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഒരു സാധനം പറഞ്ഞു, എന്നെ പോലീസ് പിടിച്ചിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കടന്നിട്ടില്ല. എന്തുവാ ഇത് വിഷയം? എന്തുവാ സംഭവം? ഇത്രയേ ഉള്ളൂ. ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ഒരു റീല് എടുക്കാം, ഗള്ള് ഗുഡിച്ചിട്ടുള്ള റീല്. ഇതാണ് രേണുസുധിക്ക് ഇപ്പോൾ വൈറലായിട്ടുള്ള വിഷയം. പാപ്പിലോൺ എന്ന് പറയുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കം ബാറിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി രേണുസുധി ദുബായിൽ പോയി. അപ്പോൾ ആ ദുബായിൽ നിന്ന് രേണുസുധി എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു റീലും പോസ്റ്ററും ആളുടെ പേജിലിറക്കി, അവരുടെ പേജിലിറക്കി. ഞാൻ കണ്ടിട്ടില്ല, ഞാനിപ്പം കുറച്ച് ആൾക്കാരുടെ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഇതിന് റിയാക്ട് ചെയ്ത് കുറേ ആൾക്കാർ വീഡിയോ ഇട്ടു. മേ ബി രേണുസുധി പറയുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ വീഡിയോൻ്റെ തംബ്നെയിൽ ഹുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. രേണുസുധി കള്ളു കുടിച്ച് റോട്ടിൽ വീണു എന്നോ, അല്ലെ പോലീസുകാർ പിടിച്ചു എന്നോ, അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൽ പോയി എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ ഇങ്ങനൊരു തംബ്നെയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ രേണുസുധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും തംബ്നെയിൽ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. രേണുസുധിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് ഇത്രയും സോഷ്യൽ മീഡിയയിൽ വലിയ ആളായി നിൽക്കുന്ന രേണുസുധിക്കറിയാം തംബ്നെയിൽ ഇസ് ഫോർ ക്ലിക്ക് ബൈറ്റ്. അപ്പോൾ ക്ലിക്ക് ബൈറ്റിൻ്റെ ഭാഗമായി ഇട്ട ക്യാപ്ഷൻ വിശ്വസിച്ച് മേ ബി ആളുടെ വീഡിയോയിൽ വന്ന കമൻറ്റിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കും ഇത്. ആദ്യം തന്നെ ആരെയാണ് ഈ 2 എണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസുകാർ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോലീസുകാരന് ഇതിന് മാത്രമേ നേരം ഉണ്ടാവും. ഒന്ന് വൈകുന്നേരങ്ങളിൽ ടൗൺ ഏരിയയിലോ അല്ലെ ബീവറേജിൻ്റെ ഫ്രണ്ട് കൂടിയോ പോയിട്ടുണ്ടെങ്കിൽ എത്രയോ ചേട്ടന്മാർ അടിച്ച് ഫിറ്റായി നിൽക്കുന്നതും അടിച്ച് നിലത്ത് വീഴുന്നതും അടിച്ച് ബസ് കയറുന്നതും കാണാൻ പറ്റും. ഇതൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളെയും അല്ലെ കമൻ്റ് ഇടുന്ന നിങ്ങളെയും പറഞ്ഞാൽ പോരെ? ഇവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം രേണുസുധി ഈ വീടിന്റെ ഐശ്വര്യം. കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞ് കുറേ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. നാണമുണ്ടോ കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ? ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ യൂട്യൂബിൽ ആക്റ്റീവായി തുടങ്ങിയിട്ട് മേ ബി ഒരു 4 മാസം അല്ലെങ്കിൽ 6 മാസമായിട്ട് ഉണ്ടാവും.
ഞാൻ പക്ഷേ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 കൊല്ലമായി. കറക്റ്റ് പറയുകയാണെങ്കിൽ 2022 ജൂലൈ 27 എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ട് ഞാൻ ജോബിൽ ജോയിൻ ചെയ്യുന്നത്. 3 കൊല്ലമായി ഞാൻ പണിയെടുക്കുന്നു. ഇന്നലെയും ഞാൻ പണിയെടുത്തു. ഇന്നിപ്പോൾ എനിക്ക് വീക്ക് ഓഫ് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ റെസ്റ്റാണ്. അപ്പോൾ ഈ 3 കൊല്ലത്തിൽ 2.5 കൊല്ലവും ഞാൻ എൻ്റെ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും നീട്ടിയിട്ടുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിലാണ്. ഇപ്പോൾ രേണു സുധീനെ വിറ്റ് അല്ലെങ്കിൽ രേണു സുധി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കേണ്ട ഗതികേട് അമിയാദാസിന് വന്നിട്ടില്ല, ഇനി വരുമെന്നും തോന്നുന്നില്ല. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി പഠിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറി ഒരു നല്ലൊരു സൈക്കാട്രിക് സോഷ്യൽ വർക്കർ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തു വരുന്ന ഒരാളാണ്. ഐ എം ക്വാളിഫൈഡ്. അല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ഒരാളുടെ പ്രശസ്തിയിൽ പുറത്തിറങ്ങി വന്ന് വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചു കൂട്ടി അഭിനയിക്കാനോ ഇല്ല, ഡാൻസോ ഇല്ല, പാട്ടോ ഇല്ല, എന്തെങ്കിലുമൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ഫെയിമാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യം എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് നാണക്കേടില്ല. കാരണം എൻ്റെ വീട്ടിൽ, എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ ക്യാമറയിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ ഒരാൾക്കും സ്റ്റാറ്റസും ഇടുന്നില്ല, സ്റ്റോറി ഇടുന്നില്ല. താല്പര്യമുള്ള വ്യക്തികൾ മാത്രം കണ്ടാൽ മതി. താല്പര്യത്തോടു കൂടി 4 വ്യക്തികൾ കണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. കാരണം ഒരു വീഡിയോ കണ്ടുപിടിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ എഫേർട്ട് തന്നെ. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഒരു ഹോസ്പിറ്റലുമല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറൻറ്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടാണ് അവരെന്നെ വിളിച്ചത്. ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റി, പ്രമോഷൻ. ആദ്യം തന്നെ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ ഇവർ പ്രമോഷന് വിളിച്ചത് രേണു സുധീൻ്റെ ഒരു അഭിനയം കണ്ടിട്ടോ എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ബാറിൻ്റെ പ്രൊമോഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ രീതിയിൽ ആഡിന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% സോഷ്യൽ മീഡിയയിൽ ഇതൊരു ഡിസ്കഷനാവും, ഇത് ചർച്ചയാവും എന്നുള്ളത് ഈ പാപ്പിലോണുകാർക്ക് അറിയാം. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥാപനത്തിന് റീച്ച് ആക്കാൻ വേണ്ടിയാണ് ഈ രേണു സുധീനെ വിളിച്ചത്. ആൻഡ് സെക്കൻഡ് തിങ്, ആർട്ടിസ്റ്റ്. ഓക്കെ, സമ്മതിക്കുന്നു. കാരണം നിങ്ങൾ കുറേ ഷോർട്ട് ഫിലിമിലും റീൽസിലും കാര്യത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റ്. കാരണം ഇന്ന് ക്യാമറ തുറന്നു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ എന്ത് അഭിനയിച്ചാലും ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ലോകമുള്ള സമയത്ത് രേണു സുധിയും ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റ്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് സെലിബ്രിറ്റികളെ തട്ടിമുട്ടി നടക്കാൻ പറ്റാത്തൊരു സമയമാണ്. സ്വന്തം എഫോർട്ടോടു കൂടി സെലിബ്രിറ്റി ആവുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അല്ലാണ്ട് വൈറലാവുന്ന ആൾക്കാരുണ്ട്, എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ വൈറലാവുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഈ 3 കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയിൽ രേണു സുധി വരുന്നത് കൊണ്ട് ഓക്കെ ഫൈൻ, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്. കാരണം 4 ആൾ നിങ്ങളെ കണ്ടാൽ ക്യാമറ വരുന്നു, ചോദിക്കുന്നു, നിങ്ങളുടെ കണ്ടന്റ് നമ്മൾ എടുക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ഫൈൻ, സമ്മതിച്ചു. നെക്സ്റ്റ് പ്രമോഷനാണ്. പ്രമോഷൻ നമുക്ക് വരും. അത്യാവശ്യം ഒരു സ്ക്രീൻ സ്പേസ് ഉള്ള വ്യക്തിയാണെങ്കിൽ പ്രമോഷൻ വരും. പക്ഷെ ഈ പ്രമോഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചൊക്കെ ഒരു ലോജിക്ക് വേണം. ഇവിടെ രേണു സേവ് ചെയ്ത പ്രമോഷൻ ഒന്ന് കണ്ടു നോക്ക്. ഇങ്ങനെ അടിച്ച്, അതിപ്പോൾ പറയും ഒരു ആർട്ടിസ്റ്റാണ്, ആക്ടിങ്ങിൻ്റെ പുറത്ത് ചെയ്തതാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ നിങ്ങൾ റെഡി ആവണം. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇടാം, ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഇല്ലേ? നമുക്ക് ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, നമുക്കത് പറയാലോ. അതേ ഇവിടെയും ഉണ്ടായിട്ടുള്ളൂ. ഇനിയെങ്കിലും പ്രൊമോഷൻ ചെയ്യുമ്പോൾ കുറച്ച് നോക്കിയും കണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, ഇവിടെ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രൊമോഷൻ, മേ ബി ഈ ബാർ റെസ്റ്റോറൻറ്റ് പ്രൊമോഷൻ ഈ ലോകത്ത് ചെയ്യുന്ന ആദ്യത്തെ ആൾ രേണു സുധി മാത്രമൊന്നുമില്ല. വൈ യു ഗോട്ട് ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്, എനിക്ക് എൻ്റെ കിച്ചുവിനെ കാണണം, എനിക്ക് എൻ്റെ മോനെ കാണണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ബിഗ് ബോസ് വേണ്ട ലാലേട്ടാ, എന്നെ ഇറക്കി വിടൂ, എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പോയ ഒരാൾ 2 ആഴ്ചയ്ക്ക് ശേഷം ബാറിൽ പോയി ഇങ്ങനെ ഒരു സാധനം ചെയ്യുകയും നല്ലൊരാളുടെ ഓപ്പർച്യൂണിറ്റി കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതൊരു വിഷയമായി മാറുന്നത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി, ഇല്ലാത്തവർ കഴിക്കണ്ടെന്നേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവില എന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത്, അത് ഇവരുടെ പ്രമോഷനായിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അഭിനയിച്ചതാണ്. അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഒരു ഫോട്ടോയും കൂടെ, അത് കണ്ടിട്ടാണ് എനിക്കിത് പ്രതികരിക്കാൻ തോന്നുന്നത്, ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മേ ബി റിയാക്ട് ചെയ്യുന്ന വ്യക്തികളോ ഇത്രമാത്രം പൊട്ടന്മാരൊന്നുമല്ല.
സീരിയസ്ലി ഒരാൾ 2 എണ്ണം അടിക്കുമ്പോഴേക്ക് അയാളെ ബാറ് കൊണ്ടുപോയിന്നോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന് പറയാം. ഇതിപ്പോൾ ഇത്ര ബിഗ് ഡീലാക്കി എടുത്ത് പറയുന്നതും അല്ലെ ഇതുമായി സംസാരിക്കാനുള്ളൊരു വേദി ഒരുക്കിയിട്ടുള്ളതും ഓഫ് കോഴ്സ് രേണുസുതി തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങളുടെ കൂടി നിങ്ങളായി തോണ്ടല്ലേ. ഞാൻ എപ്പോഴും പറയുക, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് നല്ലത് പറയും, നാളെ മോശം പറയും. അപ്പോൾ അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരവരുടെ ഗെയിം കളിക്കുക. അപ്പോൾ അവർ കളിക്കുന്ന ഗെയിമിനൊക്കെ അനുസരിച്ച് തിരിച്ച് ബോൾ അടിക്കാൻ നിന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ നേരമുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് രേണുസുതിക്ക് പണ്ടുണ്ടായിരുന്ന അത്ര ഹൈപ്പൊന്നും ഇപ്പോൾ പേഴ്സണലി കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കണം. കാരണം ഇതിലും ഉപരി രേണുസുതിക്ക് അഗെയിൻസ്റ്റ് റിയാക്ഷൻ വീഡിയോസും ട്രോൾ വീഡിയോസും വന്ന സമയത്ത് വരെ അതിനെപ്പറ്റി സംസാരിക്കാണ്ട് സൈലൻ്റ് ആയിരുന്ന ഒരു വ്യക്തി ഇന്ന് ഒരു 2-3 ആളുടെ അക്കൗണ്ടിൽ ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഈ വീഡിയോയും കണ്ടിട്ടില്ല, 2-3 ആളുടെ അക്കൗണ്ടിൽ കണ്ടൊരു വീഡിയോ എടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ സ്പേസ് പോയി എന്ന് മനസ്സിലാക്കിയിട്ട് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ചീപ്പ് ഗെയിമാണെന്ന് തന്നെ ഞാൻ പറയും. എറിയുന്ന ബോളൊക്കെ പിടിച്ച് തിരിച്ച് അതേ സ്പീഡിൽ എറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും എന്നുള്ളത് ഓർക്കുക. നമ്മൾ പറയുന്നവർ പറയട്ടെ, ഞാൻ എന്താണെന്ന് എനിക്കറിയുമെങ്കിൽ ഫ്രണ്ടോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. നമ്മളുടെ ഹേറ്റേഴ്സിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യം എന്താ അറിയോ? സൈലൻ്റ് ആൻഡ് മൂവ് ഓൺ. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം മുകളിലുണ്ട്. അത് കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിരിക്കും. വെറുതെ എതിർത്ത് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടാക്കുന്ന ഗതികേട്ടിൽ രേണുസുതി എത്തിയല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എനിക്ക് ഇതിൽ കൂടുതൽ എന്നാ പറയാൻ, നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ഇതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതിലും ഏറ്റവും നല്ലത് വിവി ഹിയർ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വോയിസ് നോട്ട് കേൾക്കാൻ ഇടയായി. ആ പെർട്ടിക്കുലർ വോയിസ് നോട്ട് ആളുടെ ഫേസ്ബുക്കിൽ ആളുടെ ഒരു ഫോളോവർ അയച്ചിട്ടുള്ളൊരു വോയിസ് നോട്ടാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് മറുപടി ഉണ്ട്. ഞാനൊക്കെ കിടന്നുണ്ടെങ്കിൽ അവൾ ഇടീനെടുത്ത് പോയിട്ട് അവളെ പച്ചയ്ക്ക് വിളിക്കാൻ ചോദിക്കും. പബ്ലിക്കൽ ന്യൂസൻസിന് കേസെടുക്കും. അറിയാമോ? ഒരു ശല്യം ഒരു വ്യക്തിയെ കൊണ്ട് ഫേസ്ബുക്കിനകത്ത് ഓവറായിട്ട് ഒരു ഹോൾഡറിനകത്തും ഓവറായിട്ട് മെയിനായിട്ട് അവൾ മറ്റുള്ളവരെ തെറി പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ കോമാളി വേഷം കെട്ടിക്കൊണ്ടും മറ്റുള്ളവരെ വിഡ്ഢികളാക്കിക്കൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ദാനങ്ങൾ കൈനീട്ടി വാങ്ങി, ദാനം കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കൈനീട്ടി വാങ്ങിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാസ് പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നെ ഇനി ആരും തിന്നാൻ വരണ്ട. അപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്കാണോ നാണല്ലാത്തത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ഇട്ട് തരുന്ന നിങ്ങൾക്കാണോ നാണല്ലാത്തത് എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ ബൈ.